ഹേ ഗായ്സ്, ഓണം സീരീസിലെ തേർഡ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് നോക്കാം. ഫസ്റ്റ് വൺ മിഡിൽ പാർട്ടീഷൻ ആണ് കേട്ടോ. മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിൽ രണ്ട് സൈഡിലും കുറച്ച് മുടി വിട്ടതിന് ശേഷം നമുക്ക് കെട്ടി തുടങ്ങാമേ. കുറച്ച് മുടി എടുത്ത് ആദ്യം ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വീണ്ടും സൈഡിൽ നിന്ന് കുറച്ച് മുടിയായിട്ട് എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് നല്ല ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് ബാക്കിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. മുടി എടുക്കുമ്പോൾ നമ്മുടെ ചെവിയുടെ ബാക്കിൽ നിന്നും മുടി എടുക്കാൻ ശ്രദ്ധിക്കണേ. അങ്ങനെ മൊത്തം ട്വിസ്റ്റ് ചെയ്ത് ബാക്കിൽ നമുക്ക് സ്ലൈഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കെട്ടിയ ഭാഗത്തെ മുടിയെ ഒന്ന് ഇതുപോലെ പൊക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ആകും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂ വെക്കാം. പുറകിൽ മാത്രം പൂ കാണുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായിരുന്നു എനിക്ക് ഈ ലുക്ക്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ ഇത്. അടുത്ത് നമുക്ക് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ നോക്കാം. ഇതൊരു ലോ ബണ്ണാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് മുടി മിഡിൽ പാർട്ടീഷൻ എടുത്ത ശേഷം ഇതുപോലെ ടൈറ്റ് ആക്കിയിട്ട് ഒരു സ്ലൈഡ് വെച്ച് നമുക്ക് സെക്യൂർ ചെയ്യാം കേട്ടോ. പൂവ് നമുക്ക് ഇതുപോലെ താഴ്ന്ന് ചുറ്റി വെച്ച് കൊടുക്കാം. സാരിയുടെ കൂടെയൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ലുക്കാണ് കേട്ടോ ഇത്. അടുത്ത മൂന്നാമത് ചെയ്യുന്നത് നമുക്ക് സൈഡ് പാർട്ടീഷൻ എടുത്ത ശേഷം ഈ ഒരു ക്രൗൺ ഏരിയയിലെ മുടിയെ നല്ല രീതിയിലൊന്ന് ചീകി പൊക്കി നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പൊക്കി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ ആ ഒരു പഫി ലുക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ പൊക്കി നമുക്കതവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്ത സൈഡിലെ മുടിയും കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് മുടിയുടെ ബാക്കിലായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ പൂ വയ്ക്കുന്നത് മുടിയുടെ ഇടയിൽ കൂടിയാണ്. ഞാൻ സാധാരണ ചെയ്യാറുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. നോർമലി ഇങ്ങനെയാണ് എപ്പോഴും പൂ വയ്ക്കാറ്. അപ്പോൾ നമുക്കിനി അടുത്ത ലുക്ക് നോക്കാം കേട്ടോ. അടുത്ത് വളരെ എളുപ്പമായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഒരു എഫേർട്ടും ഇടണ്ട. നമുക്ക് ജസ്റ്റ് ഒരു ലോ പോണിറ്റെയിൽ കെട്ടുന്നു. എന്നിട്ട് നമുക്ക് ആ പോണിറ്റെയിൽ കെട്ടിയ ബണ്ണിൻ്റെ ഭാഗത്ത് പൂ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈലാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.